ഹായ് ഓൾ. അപ്പോൾ നമുക്ക് നമ്മുടെ തൊടിയിൽ നിന്ന് കുറച്ചധികം അമ്പഴങ്ങ ഇന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചധികം തന്നെ ഉള്ളത് കൊണ്ട് അച്ചാറിടാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിന് അച്ചാറിലോട്ട് ആവശ്യമായ അമ്പഴങ്ങ എടുത്ത് കഴുകി നന്നായി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഇതിൽ നിന്ന് ആവശ്യത്തിന് അമ്പഴങ്ങ നമുക്ക് കട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ അമ്പഴങ്ങയ്ക്ക് ഒരു കട്ടിപ്പ് ഉണ്ടാവും. അത് പോകാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളത്തിൽ നമുക്ക് കുറച്ച് നേരം സോക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ ഒരു കട്ടിപ്പൊക്കെ പോയി കിട്ടുന്നതാണ്. ഇനി നമുക്ക് ഈ സമയം കൊണ്ട് അച്ചാറിലോട്ട് ആവശ്യമായിട്ടുള്ള കടുകും ഉലുവയും നന്നായി ഒന്ന് വറുത്തെടുക്കാം. വറുത്തൊന്ന് ചൂടാറിയതിന് ശേഷം ഒരു ജാറിലോട്ട് ഇട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് പൊടിഞ്ഞു വന്നിട്ടുണ്ട് നന്നായിട്ട്. നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ അമ്പഴങ്ങയിലെ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കട്ടിപ്പൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. പിന്നെ ആ ഒരു വെള്ളം ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, അതുപോലെ ആവശ്യത്തിന് ഉപ്പും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇത് നന്നായി മിക്സാക്കി വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലോട്ട് ആവശ്യത്തിന് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി അതിലോട്ട് കടുകും ഉലുവ ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ശേഷം പച്ചമുളക്, ഇഞ്ചി, വെള്ളുള്ളി ഇതൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അത് നമുക്ക് ആ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. പച്ചമുളക് നടുകെ കീറിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ അതിലോട്ട് കുറച്ച് കായപ്പൊടിയാണ് ആഡാക്കി കൊടുത്തിട്ടുള്ളത്. പിന്നെ കളറിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് കാശ്മീരി മുളക് പൊടി കുറച്ചുകൂടി അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പൊടികളെല്ലാം എണ്ണയിലോട്ട് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം ആഡാക്കി കൊടുക്കാൻ. ഇനി നമുക്ക് ആ ഒരു അമ്പഴങ്ങ നമുക്കിതിലോട്ട് ആഡാക്കി കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഇതിലോട്ട് കുറച്ച് വിനെഗർ ഒഴിക്കുന്നുണ്ട് കേട്ടോ. കുറച്ചധിക കാലം കേടുകൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വിനെഗർ ആഡാക്കുന്നത്. അപ്പോൾ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. നമ്മൾ കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച ആ ഒരു ഉലുവ കടുക് മിക്സ് ഇട്ട് കൊടുക്കാം. പിന്നെ ഒന്ന് ആ ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പീസ് ശർക്കര കൂടി ആഡാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടി നന്നായി മിക്സ് ആക്കാം. അപ്പോൾ നമ്മുടെ അമ്പഴങ്ങ അച്ചാർ ഇവിടെ തയ്യാറായി വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.